അനന്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമായിരുന്നു അത്. വീടിന്റെ മുറ്റത്ത് വലിയ കല്യാണപ്പന്തൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നാളുകൾ നീണ്ട പ്രണയത്തിനൊടുവിൽ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. അച്ഛനില്ലാത്ത ആ വീട്ടിൽ അവനെല്ലാം അമ്മയായിരുന്നു. ചെറുപ്പം മുതലേ അമ്മയുടെ തണലിലാണ് അവൻ വളർന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും വീട് നിറയെ ഉണ്ടായിരുന്നു. പാട്ടിന്റെയും ചിരിയുടെയും ശബ്ദത്താൽ ആ വീട് മനോഹരമായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. കല്യാണ തലേന്നുള്ള ചടങ്ങുകൾക്കായി വീട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാം അനന്തുവിനെ വട്ടമിട്ടിരുന്ന് തമാശകൾ പറയുകയാണ്. എന്നാൽ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. വധുവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ സ്വർണം നൽകേണ്ടതുണ്ട്. തന്റെ സമ്പാദ്യമെല്ലാം കല്യാണത്തിന്റെ മറ്റാവശ്യങ്ങൾക്കായി തീർന്നു പോയിരുന്നു. ഇനി ആകെയുള്ള ആശ്രയം അമ്മയുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ്. അത് ചോദിക്കാനായി അവൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മ അപ്പോൾ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു. തന്റെ മകന്റെ വിവാഹം ഭംഗിയായി നടക്കണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ആ അമ്മ. അനന്തു പതുക്കെ അമ്മയുടെ അരികിലേക്ക് ചെന്നു. അവൻ തന്റെ ആവശ്യം അമ്മയോട് അവതരിപ്പിച്ചു. അമ്മേ, കല്യാണത്തിന് കുറച്ച് സ്വർണം കൂടി ആവശ്യമുണ്ട്. അമ്മയുടെ പക്കലുള്ള ആ പഴയ മാലയും വളകളും എനിക്ക് തരാമോ? അത് വിറ്റിട്ട് കാര്യം നടത്താം. പിന്നീട് ഞാൻ അമ്മക്ക് വാങ്ങിത്തരാം. അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്നാൽ ആ ചോദ്യം കേട്ടതും അമ്മയുടെ മുഖം പെട്ടെന്ന് മാറി. അവർ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അത് അനന്തുവിൽ നേരിയ അമർഷം ഉണ്ടാക്കി. അമ്മയുടെ മൗനം അനന്തുവിനെ അസ്വസ്ഥനാക്കി. അവൻ വീണ്ടും ചോദിച്ചു, എന്താ അമ്മേ ഒന്നും മിണ്ടാത്തത്? എനിക്കത്രയും അത്യാവശ്യമായതുകൊണ്ടല്ലേ ചോദിക്കുന്നത്? ആ സ്വർണം തന്നുകൊണ്ട് അമ്മക്കിപ്പോൾ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? അമ്മ അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെ, ആ സ്വർണം എനിക്ക് വെറുമൊരു ആഭരണമല്ല. നിന്റെ അച്ഛൻ എനിക്ക് തന്ന അവസാനത്തെ അടയാളമാണ്. എന്ത് കഷ്ടപ്പാടുണ്ടായാലും അത് വിൽക്കില്ലെന്ന് ഞാൻ നിന്റെ അച്ഛന് വാക്കുകൊടുത്തതാണ്. അത് നിനക്ക് തരാൻ കഴിയില്ല മോനെ, അമ്മ വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. അമ്മയുടെ മറുപടി കേട്ടതും അനന്തുവിന് ദേഷ്യം അടക്കാനായില്ല. കല്യാണത്തിന്റെ തിരക്കുകളും സമ്മർദ്ദവും അവന്റെ വിവേകത്തെ മറച്ചു കളഞ്ഞു. അമ്മക്ക് പഴയ സ്വർണമാണോ അതോ എന്റെ സന്തോഷമാണോ വലുത്? ഈ ഒരു കാര്യത്തിൽ പോലും എന്നെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ ഈ കല്യാണത്തിന് കൂടുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മ അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കൂടുതൽ പ്രകോപിതനായി. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കടുത്ത ഭാഷയിൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഈ സ്വർണം തന്ന് സഹായിക്കാൻ അമ്മക്ക് കഴിയില്ലെങ്കിൽ അമ്മ എന്റെ കല്യാണത്തിന് വരണമെന്നില്ല. അമ്മയില്ലാതെ തന്നെ ഞാൻ ഈ കല്യാണം നടത്തിക്കോളാം. ഈ വാക്കുകൾ ആ അമ്മയുടെ ഹൃദയത്തിൽ തറച്ചു. അവർ ഒന്നും മിണ്ടാതെ തകർന്നു പോയ മനസ്സോടെ നോക്കി നിന്നു. അനന്തു ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തന്റെ വാക്കുകൾ ആ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് ആ നിമിഷത്തിൽ അവൻ ചിന്തിച്ചതേയില്ല. അനന്തു പോയതിനു ശേഷം ആ അമ്മ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. സ്വന്തം മകനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭർത്താവിന്റെ മരണശേഷം മകനെ വളർത്താൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. പട്ടിണി കിടന്നും അപമാനങ്ങൾ സഹിച്ചും അവനെ ഒരു നിലയിലാക്കാൻ താൻ ചെയ്ത ത്യാഗങ്ങൾ അവൻ ഇത്ര പെട്ടെന്ന് മറന്നല്ലോ എന്നോർത്തപ്പോൾ അവരുടെ നെഞ്ച് തകർന്നു. രാത്രി മുഴുവൻ അവർ ഉറങ്ങാതെ കണ്ണീരൊഴുക്കി പൂജാമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. അനന്തുവും അസ്വസ്ഥനായിരുന്നുവെങ്കിലും അവന്റെ ദേഷ്യം മാറിയിരുന്നില്ല. തന്റെ ആവശ്യത്തിനു മുന്നിൽ അമ്മ സ്വാർത്ഥത കാണിച്ചുവെന്നാണ് അവൻ കരുതിയത്. കല്യാണ തലേന്നുള്ള സന്തോഷങ്ങളെല്ലാം അവന് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. കൂട്ടുകാർ ചോദിച്ചപ്പോഴൊക്കെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അമ്മയുടെ മുറിയിലെ വെളിച്ചം അണഞ്ഞിരുന്നില്ല. എന്നാൽ അങ്ങോട്ട് ചെന്ന് നോക്കാനോ അമ്മയെ ആശ്വസിപ്പിക്കാനോ ഉള്ള മനസ്സ് അവൻ കാണിച്ചില്ല. ഈഗോ അവനെ പിന്നോട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം നടന്നു. ബന്ധുക്കളെല്ലാം വസ്ത്രങ്ങൾ മാറി അണിഞ്ഞൊരുങ്ങി തുടങ്ങി. പന്തലിൽ ആളുകൾ നിറഞ്ഞു. എന്നാൽ അമ്മയെ എങ്ങും കാണാനില്ലായിരുന്നു. സാധാരണ ഇത്തരം ചടങ്ങുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് അമ്മയാണ്. എന്നാൽ അവർ സ്വന്തം മുറിയിൽ തന്നെ അടച്ചിരുന്നു. ആരും അമ്മയുടെ അസാന്നിധ്യം ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും സമയം കടന്നു പോകുന്തോറും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അനന്തുവിന്റെ മനസ്സ് കല്ലുപോലെ ഉറച്ചു തന്നെ ഇരിക്കുകയാണ്. കല്യാണ വസ്ത്രമണിഞ്ഞ് അനന്തു ഒരുങ്ങിയിറങ്ങി. അവൻ സുന്ദരനായിരുന്നുവെങ്കിലും അവന്റെ മുഖത്ത് യഥാർത്ഥ സന്തോഷം ഉണ്ടായിരുന്നില്ല. മണ്ഡപത്തിലേക്ക് കയറാൻ സമയമായി. എല്ലാവരും അവനെ അനുഗ്രഹിക്കാൻ ചുറ്റും കൂടി. എന്നാൽ അവനെ പ്രസവിച്ചു വളർത്തിയ അമ്മ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളും നാട്ടുകാരും പരസ്പരം ചോദിക്കാൻ തുടങ്ങി, എന്താണ് ദേവികാമ്മയെ കാണാത്തത്? മകന്റെ കല്യാണമായിട്ട് അവർ എവിടെ പോയി കിടക്കുന്നു? ചോദ്യങ്ങൾ അനന്തുവിന്റെ കാതുകളിൽ പതിച്ചുകൊണ്ടിരുന്നു. ചില മുതിർന്ന ബന്ധുക്കൾ അനന്തുവിനോട് നേരിട്ട് ചോദിച്ചു, മോനെ, നിന്റെ അമ്മ എവിടെ?
മുഹൂർത്തത്തിന് സമയമായി. അമ്മ വന്ന് വിളക്ക് കൊളുത്തേണ്ടതല്ലേ? പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരൂ. അനന്തു അല്പം മടിയോടെയും ദേഷ്യത്തോടെയും മറുപടി നൽകി. അമ്മക്ക് സുഖമില്ല, അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചടങ്ങുകൾ തുടങ്ങാം. അവന്റെ മറുപടി കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മകന്റെ കല്യാണത്തിന് വരാൻ കഴിയാത്ത വിധം എന്ത് അസുഖമാണ് അമ്മക്കുള്ളതെന്ന് അവർ പരസ്പരം രഹസ്യം പറഞ്ഞു. അനന്തുവിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നിത്തുടങ്ങിയെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. വധുവിന്റെ വീട്ടുകാരും പന്തലിലെത്തി. ചടങ്ങുകൾ ഓരോന്നായി നടന്നു. താലി കെട്ടാനുള്ള സമയമായി. അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത ആ മണ്ഡപം ശൂന്യമായി അവന് തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിൽ അമ്മ കൂടെയില്ലാത്തത് അവന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. എങ്കിലും അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചു. താലികെട്ട് കഴിഞ്ഞ് അതിഥികൾക്കെല്ലാം സദ്യ വിളമ്പുന്ന സമയമായിരുന്നു അത്. ആ തിരക്കിനിടയിലേക്ക് അമ്മയുടെ പണ്ടത്തെ ഒരടുത്ത സുഹൃത്തായ ശാരദാമണി വന്നു. അവർ പന്തലിൽ മുഴുവൻ ദേവിക അമ്മയെ തിരഞ്ഞു. ഒടുവിൽ അവർ അനന്തുവിന്റെ അരികിലേക്ക് എത്തി. മോനെ അനന്തു, നിന്റെ അമ്മ എവിടെ? ഞാൻ കുറെ നേരമായി തിരയുന്നു. ഈ മംഗളകർമ്മത്തിന് അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? ശാരദാമണി ചോദിച്ചു. അനന്തു പതിവ് പോലെ അമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കി. എന്നാൽ ശാരദാമണിക്ക് കാര്യം മനസ്സിലായി. അവർ അനന്തുവിനെ ജനക്കൂട്ടത്തിൽ നിന്നും അല്പം മാറി ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ എന്നോട് നുണ പറയേണ്ട മോനെ. നിന്റെയും അമ്മയുടെയും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. നീ അമ്മയോട് വല്ലതും പറഞ്ഞ് പിണങ്ങിയതാണോ? അവരുടെ ചോദ്യത്തിന് മുൻപിൽ അനന്തുവിന് മറുപടിയില്ലായിരുന്നു. അവൻ തല താഴ്ത്തി നിന്നു. നിനക്ക് നിന്റെ അമ്മയെക്കുറിച്ച് എന്തറിയാം അനന്തു? ശാരദാമണിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. അവർ പറയാൻ തുടങ്ങി. നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് വെറും ഒരു വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് ഈ കാണുന്ന ബന്ധുക്കളോ നാട്ടുകാരോ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. നിന്നെ വളർത്താൻ നിന്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീ കണ്ടിട്ടില്ല. സ്വന്തം വയറ് പട്ടിണിയിട്ട് നിനക്കവർ നല്ല ഭക്ഷണം തന്നു. മറ്റുള്ളവരുടെ വീട്ടുകളിൽ പണിയെടുത്താണ് നിന്നെ അവർ പഠിപ്പിച്ചത്. നിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്തുവിന്റെ ഉള്ളിൽ എന്തോ തകർന്നതുപോലെ തോന്നി. ശാരദാമണി തുടർന്നു. നീ ഇന്ന് വലിയ നിലയിലായിരിക്കാം, നിനക്ക് പണമുണ്ടാകാം. പക്ഷേ ഒരു കാലത്ത് നിനക്കൊരു പുസ്തകം വാങ്ങാൻ പോലും നിന്റെ അമ്മയുടെ കയ്യിൽ പണമില്ലായിരുന്നു. അപ്പോഴൊക്കെ അവർ കരഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അവരെ അധിക്ഷേപിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിന്റെ മുഖത്തെ ചിരി മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു പ്രതീക്ഷ. നീ ചോദിച്ചതെല്ലാം അവർ സാധിച്ചു തന്നു. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം അവർ നിനക്ക് വേണ്ടി ഒഴിവാക്കി. നിനക്കറിയാമോ, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ കഴുത്തിൽ ചാർത്തിയ ആ സ്വർണമാല ഉണ്ടല്ലോ, അത് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ഏക സമ്പാദ്യം. അച്ഛന്റെ ഓർമ്മയായി അവർ ജീവന് തുല്യം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണത്. എത്ര വലിയ ദാരിദ്ര്യം വന്നിട്ടും നിന്നെ പഠിപ്പിക്കാൻ പണമില്ലാതെ വലഞ്ഞിട്ടും അവർ ആ മാല പണയം വെക്കാനോ വിൽക്കാനോ തയ്യാറായില്ല. കാരണം അത് വിറ്റാൽ നിന്റെ അച്ഛനുമായുള്ള അവസാന ബന്ധവും നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നു. ശാരദാമണി പറഞ്ഞു നിർത്തി. ആ വാക്കുകൾ അനന്തുവിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അമ്മയോട് സ്വർണം ചോദിച്ചതും അത് തരാത്തതിന് അവരെ അധിക്ഷേപിച്ചതും കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞതുമെല്ലാം അവന്റെ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായി തെളിഞ്ഞു വന്നു. അവൻ ചെയ്ത ക്രൂരതയോർത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരവും കുറ്റബോധവും അവൻ അനുഭവപ്പെട്ടു. ശാരദാമണിയുടെ വാക്കുകൾ കേട്ട് അനന്തുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൻ പൂർണ്ണമായും തകർന്നു പോയി. ഞാൻ എത്ര വലിയ പാപിയാണ്. എന്നെ ഇത്രയധികം സ്നേഹിച്ച അമ്മയോടാണോ ഞാൻ ഈ ക്രൂരത ചെയ്തത്? അവൻ സ്വയം ശപിച്ചു. അവന്റെ ഉള്ളിലെ അഹങ്കാരമെല്ലാം ആ നിമിഷത്തിൽ ഉരുകിത്തീർന്നു. അവൻ ചുറ്റുമുള്ള ജനക്കൂട്ടത്തെ നോക്കി. അവിടെ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ സന്തോഷങ്ങൾക്കൊന്നും ഇപ്പോൾ അവന് യാതൊരു വിലയും തോന്നിയില്ല. അമ്മയില്ലാത്ത ഈ കല്യാണം വെറും ഒരു ചടങ്ങ് മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വധുവായ മീര അവന്റെ അരികിലേക്ക് വന്നു. അവന്റെ കണ്ണുനീർ കണ്ട് അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു. എന്താണ് പറ്റിയത്? എന്തിനാണ് കരയുന്നത്? അനന്തു അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മീര ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. അവൾ അനന്തുവിനോട് പറഞ്ഞു. നമുക്ക് ആ സ്വർണമൊന്നും വേണ്ട. അമ്മയുടെ അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ ഇപ്പോൾ തന്നെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം. അമ്മയില്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല. മീരയുടെ വാക്കുകൾ അനന്തുവിന് കൂടുതൽ ധൈര്യം നൽകി. അവൻ ഒട്ടും സമയം കളയാതെ അമ്മയെ വിളിക്കാനായി വീട്ടിലേക്ക് ഓടി. അനന്തു ഓടി തന്റെ വീട്ടിലെത്തി. കല്യാണ പന്തലിലെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും അകന്ന് ഇരുണ്ട സ്വന്തം മുറിയിൽ അമ്മ തനിച്ചിരിക്കുകയാണ്. മുറിയുടെ വാതിൽ പകുതി അടച്ചിട്ടുണ്ടായിരുന്നു. അവൻ പതുക്കെ വാതിൽ തള്ളി തുറന്നു. മുറിക്കുള്ളിൽ വെളിച്ചമില്ലായിരുന്നു. ജനലിലൂടെ വന്ന ചെറിയ പ്രകാശത്തിൽ അമ്മ കട്ടിലിന്റെ ഒരു വശത്തിരുന്ന് കരയുന്നത് അവൻ കണ്ടു. അവരുടെ കയ്യിൽ അപ്പോഴും അച്ഛന്റെ ആ പഴയ സ്വർണമാല ഉണ്ടായിരുന്നു. അമ്മ ആ മാലയിലേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മകന് ഞാൻ കാരണം ഒരു സങ്കടവും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്കിത് കൊടുക്കാൻ കഴിയുന്നില്ല. അമ്മ സ്വയം പറയുകയായിരുന്നു.
നിൽക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അനന്തുവിന്റെ ഹൃദയം നൊന്തു. അവൻ പതുക്കെ അമ്മയുടെ അരികിലേക്ക് നടന്നു. അവന്റെ കാൽപെരുമാറ്റം കേട്ട് അമ്മ തല ഉയർത്തി നോക്കി. കല്യാണ വസ്ത്രത്തിൽ നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് സ്വന്തം കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, നീ എന്താണ് ഈ സമയത്ത് ഇവിടെ? കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞില്ലേ? മീര എവിടെ? ആ അവസ്ഥയിലും അമ്മക്ക് തന്റെ കാര്യത്തിലുള്ള ആശങ്ക കണ്ടപ്പോൾ അനന്തുവിന് സങ്കടം സഹിക്കാനായില്ല. അവനൊന്നും മിണ്ടാതെ അമ്മയുടെ കാൽക്കലേക്ക് വീണു. അമ്മയുടെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, അനന്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ പരിഭ്രാന്തിയോടെ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് മോനെ ഇത്? നീ എന്തിനാണ് കരയുന്നത്? എഴുന്നേൽക്കൂ, അമ്മ പറഞ്ഞു. എന്നാൽ അവൻ എഴുന്നേറ്റില്ല. അമ്മയുടെ സ്നേഹത്തിന്റെ വില ഞാൻ അറിഞ്ഞില്ല. എന്നെ വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ മറന്നുപോയി. ഒരു സ്വർണത്തിനു വേണ്ടി ഞാൻ അമ്മയെ വേദനിപ്പിച്ചു. എനിക്ക് മാപ്പ് തരൂ അമ്മേ, അവൻ യാചിച്ചു. അമ്മയുടെ കണ്ണുകളും വീണ്ടും നിറഞ്ഞു. അമ്മ അവനെ ബലമായി എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരമ്മക്ക് മകനോട് എത്ര കാലം ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിയും? മോനെ, അമ്മക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. നീ നന്നായി ജീവിക്കണം എന്ന് മാത്രമാണ് അമ്മയുടെ ആഗ്രഹം. ആ സ്വർണം തരാത്തത് അമ്മയുടെ സ്വാർത്ഥത കൊണ്ടല്ല. അമ്മ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അനന്തു അവരുടെ വായ പൊത്തി. എനിക്കറിയാം അമ്മേ, ശാരദ അമ്മ എന്നോടെല്ലാം പറഞ്ഞു. എനിക്ക് ആ സ്വർണം വേണ്ട അമ്മേ, എനിക്ക് അമ്മയെ മാത്രം മതി, അവൻ പറഞ്ഞു. ഈ സമയം മീരയും അങ്ങോട്ട് കടന്നു വന്നു. അവൾ അമ്മയുടെ കൈകൾ പിടിച്ച് പറഞ്ഞു, അമ്മ വരാതെ ഞങ്ങൾ ആരും സന്തോഷിക്കില്ല. ഞങ്ങളെ അനുഗ്രഹിക്കാൻ അമ്മ വരണം. മകന്റെയും മരുമകളുടെയും സ്നേഹം കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പുക പോലെ ഒഴിഞ്ഞുപോയി. അവരുടെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അമ്മ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. അമ്മ വേഗം തന്നെ നല്ലൊരു സാരി എടുത്ത് ഒരുങ്ങി മകന്റെയും മരുമകളുടെയും കൂടെ കല്യാണ പന്തലിലേക്ക് നടന്നു. അവർ 3 പേരും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ പന്തലിൽ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. ശാരദാമണി അവരെ നോക്കി പുഞ്ചിരിച്ചു. അമ്മ മണ്ഡപത്തിലേക്ക് കയറി വധുവരന്മാരെ നിലവിളക്ക് നൽകി സ്വീകരിച്ചു. അമ്മയുടെ കൈകളിൽ നിന്നും വിളക്ക് വാങ്ങുമ്പോൾ അനന്തുവിന്റെ മനസ്സ് ശാന്തമായിരുന്നു. അമ്മയുടെ സാന്നിധ്യത്തിൽ ബാക്കി ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി നടന്നു. വധുവിന്റെ വീട്ടുകാരും സന്തോഷത്തിലായി. സ്വർണത്തെക്കാളും പണത്തെക്കാളും വിലപ്പെട്ടത് കുടുംബത്തിലെ സ്നേഹവും ഐക്യവുമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. അനന്തു തന്റെ അമ്മയെ ഇനി ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അമ്മയുടെ ത്യാഗത്തിന്റെ വില അവൻ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു.